നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സന്നദ്ധ് കാർഡാണ്. സന്നദ്ധ് കാർഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് അതോറിറ്റി, അതായത് CDA. ഇതാണ് ഇവരുടെ സൈറ്റാണ്, ദുബായിൻ്റെ സൈറ്റാണ്. നമുക്ക് എന്ത് ചെയ്യണം, UAE ഈ സൈറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യണം, സന്നദ്ധ് കാർഡിന് അപ്ലൈ ചെയ്യേണ്ടത്. ഇതിലേക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ഇപ്പോൾ നാളിലേക്ക് ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മാൻഡറ്ററി ആണ്. അപ്പോൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ UA പാസിൻ്റെ മൊബൈൽ നമ്പർ കൊടുത്ത് അറ്റാച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യുക, ലോഗിൻ ചെയ്യുക. അതിനുശേഷം ബാക്കി ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ, ഇപ്പോൾ സന്നദ്ധ് കാർഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങളുടെ എമിറൈസ് ID, പാസ്പോർട്ട് സൈസ്, ഇത് എല്ലാത്തിലേക്കും ഇതേ സെയിം തന്നെ വേണം. കാരണം എന്താ വെച്ചാൽ POD കാർഡിലേക്കും ആണെങ്കിലും സന്നദ്ധ് കാർഡിലേക്കാണെന്നുണ്ടെങ്കിലും അതുപോലെ MOCD കാർഡിലേക്കാണെന്നുണ്ടെങ്കിൽ EHSൻ്റെ കാർഡിലേക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എമിറൈസ് ID ആൻഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആൻഡ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇതെല്ലാം മാൻഡറ്ററി ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതൊക്കെ വെച്ചാണ്ട് വേണം ആപ്ലിക്കേഷൻ ചെയ്യാൻ. പിന്നെ എന്നാൽ ഈ സന്നദ്ധ് കാർഡിൽ വരുന്നത് എന്താ വെച്ചാൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, പാർക്കിംഗ് പെർമിറ്റ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ സാലിക് ഫീസ് ഉണ്ട്. അതുപോലെ തന്നെ ദുബായിലുള്ള ചില ഏരിയയിലുള്ള ഡിസ്കൗണ്ട് പരമായിട്ടുള്ള, അതായത് ഇപ്പോൾ നമ്മൾ ദുബായ് ഫ്രൈമതിലൊക്കെ കയറണം എന്നുണ്ടെങ്കിൽ അതിലേക്കുള്ള ഡിസ്കൗണ്ട് പരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്.